MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, മാധവിക്കുട്ടി. ഈ മൂന്ന് പേരുകൾ എന്ന് പറയുന്നത് ഓരോ മലയാളിയും അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കുന്ന മൂന്ന് കഥാകൃത്തുക്കളാണ്. ഈ മൂന്ന് പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് കഥവീട് എന്ന സിനിമയുടെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഈ മൂന്ന് കഥകൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഏറ്റവും അധികം പ്രിയപ്പെട്ട കഥകളാണ്. ആ കഥകളുടെ പേര് തൽക്കാലം പറയുന്നില്ല, അതൊരു ചെറിയ സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് പ്രേക്ഷകർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അത് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് നമുക്കറിയുന്ന ആ കഥയാണല്ലോ എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെല്ലാവരും അത്രയേറെ സ്നേഹിക്കുന്ന ഒരു സാധാരണ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ കഥകളാണ് ഇത് മൂന്നും. പിന്നെ കഥവീട് എന്ന ചിത്രത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. ഭാര്യാഭർത്തൃ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതിന് ഒരുപാട്
അർത്ഥ തലങ്ങളുണ്ട്, ഒരുപാട് അവസ്ഥകളുണ്ട്. അങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ 3 അവസ്ഥകളിലൂടെ, വ്യത്യസ്തമായ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് കഥവീടിലുള്ളത്. ഈ കഥകളെ നമ്മൾ ഒന്നിപ്പിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന രാജ് കാർത്തി എന്ന ക്യാരക്ടറിലൂടെയാണ്. ഞാൻ ഈ 3 കഥകൾ എന്ന് പറഞ്ഞുവെങ്കിലും തിയേറ്ററിലെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമ കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകന് ഇത് വ്യത്യസ്തമായ 3 കഥകളായിട്ടത് ഫീൽ ചെയ്യണമെന്നില്ല നമ്മൾ സിനിമയിൽ കാണുന്ന സമയത്ത്. കാരണം അത് അത്രത്തോളം മെർജ് ചെയ്യപ്പെട്ടിരിക്കും ഈ കഥകൾ തമ്മിൽ. ഈ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന രാജ് കാർത്തി എന്ന കഥാപാത്രത്തിലൂടെ ഈ 3 കഥകളെയും നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ നമ്മൾ കണ്ടു പരിചയിച്ച ആന്തോളജികളുടെ കൂട്ടത്തിൽ ഇതിനെ പെടുത്താൻ സാധിക്കില്ല. നമ്മളിപ്പോൾ സാധാരണ പല സിനിമകളിലും നമ്മൾ കാണുമല്ലോ, ഒരു 2-3 വീടുകളിൽ നടക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ 3 വീടുകളിൽ നടക്കുന്ന കഥകളെന്നേ ഉള്ളൂ. അത് 3 ഭാര്യമാരുണ്ട്, 3 ഭർത്താക്കന്മാരുണ്ട്, അവർക്കിടയിലൂടെ കടന്നു പോകുന്ന അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ അവിവാഹിതനായ ചെറുപ്പക്കാരനായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ ഇതിനകത്ത് അഭിനയിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ, MT, മാധവിക്കുട്ടി, ഈ 3 പ്രഗത്ഭരുടെ 3 ചെറു കഥകളെ ആസ്പദമാക്കി സോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കഥവീട്. ഇതിൽ രാജ് കാർത്തി എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ, ഒരു ആസ്പയറിംഗ് സംവിധായകൻ്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഈ 3 കഥകളും വിവാഹ ജീവിതത്തിൻ്റെ 3 തരത്തിലുള്ള ആഖ്യാനങ്ങളാണ്. അപ്പോൾ അത് രാജ് കാർത്തി എന്ന് പറയുന്ന ഈ സംവിധായകൻ്റെ ജീവിതത്തിൽ അത് അദ്ദേഹം വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ ഈ 3 കഥകളിലൂടെ അത് അദ്ദേഹം സിനിമയായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് ഈ 3 കഥകളും രാജ് കാർത്തി സിനിമയാക്കുന്നതിലൂടെ അദ്ദേഹം വിവാഹ ജീവിതത്തിലേക്ക് കാലുവെക്കുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ അത് വേണോ വേണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ മാറുന്നോ എന്നുള്ളതിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിൻ്റെ ഉത്തരമാണ് കഥവീട്. കഥവീട് എന്ന ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ്റെ സാന്നിധ്യമാണ്. ചാക്കോച്ചനും നമ്മൾ പല അടുത്ത കാലത്ത് കണ്ടുവരുന്ന സ്ഥിരം പാറ്റേണിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കില്ല കഥവീട് എന്ന സിനിമയിലുള്ളത്. എങ്കിലും നമ്മളെല്ലാവരും വളരെ നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മുടെ ഒരു ടീനേജിലൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടറുടേത്. അപ്പോൾ ഇദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് MT, മാധവിക്കുട്ടി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവർ ഒന്നിക്കുന്ന ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്നതും അത്രയേറെ എഫേർട്ട് എടുത്തിട്ടാണ് ഇതിനു വേണ്ടി അഭിനയിക്കുന്നതും. അത്രത്തോളം ഇതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു വാല്യൂ ചാക്കോച്ചൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് അദ്ദേഹം ഇതിനകത്ത് പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ ചില പ്രത്യേക സീനൊക്കെ ചെയ്യുന്ന സമയത്ത് ചാക്കോച്ചൻ്റെ ചില അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടിട്ട് നമ്മുടെ യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് കൈയടിച്ച സന്ദർഭങ്ങളൊക്കെ, അങ്ങനെ ടച്ചിങ് ആയിട്ടുള്ള വളരെ ചില അനുഭവങ്ങൾ ഞങ്ങളുടെ സെറ്റിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചാക്കോച്ചനും എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ മറ്റൊരു സിനിമയുടെ സെറ്റിൽ ഉള്ള രീതിയിൽ ആണോ എന്നെനിക്കറിയില്ല. എങ്കിലും വളരെ മിക്കവാറും സമയത്ത് ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഇപ്പോൾ ചാക്കോച്ചൻ ഇല്ലാത്ത സീനുകളിൽ പോലും ചാക്കോച്ചൻ മിക്കവാറും സമയത്ത് ലൊക്കേഷനിലുണ്ടാവും. ബാക്കി ഹോൾ മെമ്പേഴ്സുമായിട്ട് അത്രത്തോളം സ്നേഹത്തോടെയും അത്രത്തോളം സൗഹൃദത്തോടെയും ഞങ്ങളിൽ ഒരാളായി നിന്നിട്ടാണ് ചാക്കോച്ചൻ ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കഥവീട് എന്ന് പറയുന്ന ഫിലിം ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ ബിജു മേനോൻ സാറിൻ്റെ ഭാര്യയുടെ ഇന്ദുലേഖയുടെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ഇന്ദുലേഖ ഒരു സാധാരണ പെൺകുട്ടിയാണ്. വളരെ സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലെ തന്നെ വളരെ സിമ്പിൾ, സ്വീറ്റ് ആൻഡ് ലവിങ് മദർ ആസ് വെൽ ആസ് എ ലവിങ് വൈഫ്. ലോട്ട് ഓഫ് കെയർ ഫോർ ഹർ ചിൽഡ്രൻ ആൻഡ് മോർ അഫെക്ഷനേറ്റ് ടുവേർഡ്സ് ഹർ ഫാമിലി. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്. ഈ പടത്തിൽ എൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ ടീൻസ് എന്ന് പറയുന്ന ഫിലിമിൽ ഞാൻ ഹീറോയിനായിട്ട് അഭിനയിച്ച ഫിലിമിൽ ഈ പടത്തിൻ്റെ ഡയറക്ടർ തന്നെ എൻ്റെ സോങ്സിന് ലിറിക്സ് എഴുതിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഡയറക്ടർ ശംഷുദ്ദീൻ ജഹാംഗീർ സർ ആൻഡ് സുഹന്ദ സർ ആർ ഫ്രണ്ട്സ്. അങ്ങനെയാണ് ഈ പടത്തിലേക്ക് എൻ്റെ എൻട്രി. ആൻഡ് ദിസ് എ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് മൂവി ബിക്കോസ് ഈ മൂവിയിൽ എനിക്ക് വലിയൊരു കഥാപാത്രം, അതായത് കേരളത്തിൽ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും
പോപ്പുലറായ ആക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ബിജു മേനോൻ സർ എന്ന് പറയും. അദ്ദേഹം പണ്ട് മുതലേ വെറൈറ്റി ഓഫ് റോൾസ് ചെയ്ത ഒരു ലെജൻഡറിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വേഷം ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആൻഡ് എല്ലാവരും ഈ പടം കാണണം, പ്രോത്സാഹിപ്പിക്കണം. കഥവീട് എന്ന ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലിരിക്കുന്ന ഈ സമയത്ത് പ്രേക്ഷകരോട് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ പ്രിയങ്കരായിട്ടുള്ള ലാൽ, ബിജു മേനോൻ, മനോജ് കെ ജയൻ, ഈ 3 പേരുടെയും എന്നെന്നും പറയാൻ ഞാൻ ആളല്ല, എങ്കിലും ഏറെക്കാലം നമ്മുടെ മനസ്സിലൊക്കെ നിലനിൽക്കാൻ സാധ്യതയുള്ള അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു ചിത്രമായിരിക്കും കഥവീട്. അത് ഈ അഭിനേതാക്കളോട് ചോദിച്ചാൽ അവരും തുറന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പല മീഡിയയിലുമൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും എൻ്റെ കഴിവല്ല. കാരണം ഇവർ അവതരിപ്പിക്കുന്നത് MTയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും മാധവിക്കുട്ടിയുടെയുമാണ്. കാരണം അത് മാധവിക്കുട്ടിയും വൈക്കം മുഹമ്മദ് ബഷീറും MTയും സൃഷ്ടിച്ച കഥാപാത്രങ്ങളായാണ് ലാലും ബിജു മേനോനും മനോജ് കെ ജയനും ഇതിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾക്ക് അത്രയേറെ ഉൾബലമുണ്ട്. ആ ഉൾബലം ഇവരുടെയൊക്കെ കയ്യിൽ വളരെ സേഫായിരുന്നു. അത് വളരെ മനോഹരമായി വന്നിട്ടുണ്ട്. അത് കഥവീട് കാണുന്ന പ്രേക്ഷകർക്ക് ഞാൻ അങ്ങോട്ട് പറയാതെ നിങ്ങളത് ഇങ്ങോട്ട് പറയും, അങ്ങനെ പറഞ്ഞു കേൾക്കാനാണ് എനിക്കത് ഇഷ്ടം. വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായൊരു ചെറുകഥയിലെ ഒരു കഥാപാത്രമാകാൻ സാധിച്ചതിൻ്റെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ചെറുകഥയിലെ കഥാപാത്രമായ അബ്ദുൽ ഖാദറായിട്ടാണ് ഞാൻ കഥവീട് എന്നുള്ള ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ സിനിമ നിർമ്മിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത സംവിധായകനായ ജോസ് തോമസ് ആണ്. സംവിധാനം നിർവഹിക്കുന്നത് ഓർക്കുക വല്ലപ്പോഴും എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഗാനരചയിതാവും കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സോഹൻലാലാണ്. എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഇതിലധികം കഥാപാത്രങ്ങളില്ല ഈ കഥയിൽ. കഴിഞ്ഞ വർഷത്തെ ദേശീയ അവാർഡ് ജേതാവായ മല്ലികയാണ്. ഞാനും മല്ലികയുമായിട്ടുള്ള കൂടുതൽ സീനുകളാണ് ഈ കഥയിലുള്ളത്. വളരെ രസകരമായ സീനുകളാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നാണ് ഈ കഥയിലെ അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദറിന് ഒരുപാട് നല്ല രസമുള്ള പ്രത്യേകതകളുണ്ട്. ആളിച്ചിരി റഫൊക്കെ ആണെങ്കിലും എത്ര റഫാണോ അത്രയും റൊമാൻറ്റിക്കാണ് അബ്ദുൽ ഖാദർ. ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന, ഭാര്യയാവുന്നതിന് മുമ്പ് കാമുകിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് എൻ്റെ പ്രണയിനിയെ സ്നേഹിക്കുന്ന അബ്ദുൽ ഖാദർ. നിഷ്കളങ്കതയുടെ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുടെ പ്രതീകമാണ് അബ്ദുൽ ഖാദർ. അത്രയധികം റഫായ ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട് താനും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേറിട്ട ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഞാനിതിൽ വരുന്നത്. തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ വർഷം തുടക്കത്തിൽ തന്നെ ഇത്രയും നല്ലൊരു കഥാപാത്രമാകാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ചിത്രത്തിന് എല്ലാവിധ നല്ല ആശംസകളും നേരുന്നു. കഥവീട് എന്ന ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മലയാളത്തിലെ ഒരു സെലിബ്രിറ്റി ഡയറക്ടറാണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. നമുക്കെല്ലാവർക്കും അറിയുന്ന മായാമോഹിനി, മാട്ടുപ്പെട്ടി മച്ചാൻ തുടങ്ങിയ ഒട്ടേറെ സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനായ ജോസ് തോമസ് എന്ന സെലിബ്രിറ്റി ഡയറക്ടറാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. മാത്രമല്ല ഒരു ജ്യേഷ്ഠ സുഹൃത്താണ് അദ്ദേഹം എനിക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് തന്നെ, നിനക്ക് എന്താണ്, നീ മനസ്സിൽ കണ്ട സിനിമ എന്താണ് അത് ചെയ്യുക, അതിന് എന്ത് സപ്പോർട്ടാണ് എന്നിൽ നിന്ന് വേണ്ടത് അത് പൂർണ്ണമായും ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ഓരോ വീടിനും ഒരു കഥയുണ്ടാവും. അത് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കഥയാവാം, സങ്കടത്തിൻ്റെ കഥയാവാം, തമാശയുടെ കഥയാവാം. ഇവിടെ കഥവീട്ടിൽ മലയാളത്തിലെ പ്രഗത്ഭരായ 3 കഥാകൃത്തുക്കളുടെ അല്ലെങ്കിൽ നോവലിസ്റ്റുകളുടെ കഥയാണ് സിനിമയാവുക. MD വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, മാധവിക്കുട്ടി, ഈ 3 പ്രതിഭാധനരുടെ കഥകൾ സിനിമയാക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു നിർമ്മാതാവിൻ്റെ വേഷം എടുത്തണിഞ്ഞത് തന്നെ. സിനിമ ചെയ്ത് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അത്തരം നല്ല ഒരു സിനിമ മലയാള ഭാഷയോട് ചെയ്യാവുന്ന ഒരു വലിയ
പുണ്യം തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തതും ഈ സംരംഭം ജനങ്ങളിലേക്ക് എത്തുവാൻ ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മലയാളികൾ, മാതൃഭാഷ മലയാളമായിട്ടുള്ള എല്ലാവരും ഈ സിനിമ കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. കാരണം മലയാളം ഉള്ള കാലത്തോടും മറക്കാത്ത 3 പേരാണ് വൈക്കം മുഹമ്മദ് ബഷീറും MT വാസുദേവൻ നായരും മാധവിക്കുട്ടിയും. അവരുടെ അതിമനോഹരമായ കഥകൾ സിനിമയാവുമ്പോൾ അതെത്തരത്തിലാണ് സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. മലയാള ഭാഷയെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഥവീട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നു. Hi, I'm Rituparna Sengupta. I'm a Bengali actress and this is my first Malayalam film Kadhavidu. Director Sohan Lal is a fantastic director and he called me 4 months back and really wanted me to do this film. Author of this film, MT Vasudevan Nair, the most famous writer, and I'm very privileged and honored to work in his film. I'm working with big star like Boban Chaku Chan. I'm very happy about it, and also very senior actor Lalji. And I hope that this movie really works and everybody likes our pairing. I thank my producer Jose Thomas for having me in this film, and I'm happy that he's producing a beautiful story, and this story is really nice and it will be liked by everyone. MD sir കൺസീവ് ചെയ്ത ഒരു പ്രോജക്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം സെലക്ട് ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. അതിലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റില്ല, അതിലേറെ സന്തോഷമുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജമീല ബീബി എന്നാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വൈഫിൻ്റെ ക്യാരക്ടറാണ്. എനിക്കത് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതുമാത്രമല്ല അതിനെ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളത് മനോജേട്ടനാണ്. അപ്പോൾ അതിലേറെ ടെൻഷൻ ഉണ്ടായിരുന്നു. മനോജേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. പിന്നെ വളരെ പോസിറ്റീവായിരുന്നു ആ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയതിൽ. കാര്യം ഡയറക്ടർ സാറും ക്യാമറമാൻ സാറും പ്രൊഡ്യൂസർ സാറൊക്കെ എല്ലാവരും വളരെ ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. കാര്യം എനിക്ക് ആദ്യം എന്നോട് ഈ കഥ പറയുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോസ് സാറാണ് എനിക്ക് പറഞ്ഞത്, ഇല്ല നമുക്ക് ചെയ്യാം, നല്ലൊരു ഇതായിരിക്കും, കരിയറിൽ എപ്പോഴും ഓർക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അത് കേട്ട് പിന്നെ സോഹൻ സാർ എന്നെ അടുത്ത് വിളിച്ച് സ്ക്രിപ്റ്റ് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി എനിക്ക്. പിന്നെ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. ഞാൻ വിചാരിച്ചതൊരു ടെൻഷൻസ് ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഇത് നിങ്ങളുടെ മുമ്പിൽ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റില്ല, വളരെ സന്തോഷമുണ്ട്. സാറിനും ഡയറക്ടർ സാറിനും ജോസ് സാറിനും ക്യാമറമാൻ സാറിനും മനോജേട്ടനൊക്കെ വലിയൊരു താങ്ക്സ്.